7 ദിവസം ജയിലിൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്വന്തം ചെയ്തികളെ മറച്ചുവെക്കാനോ ന്യായീകരിക്കാനോ മോദിയും കൂട്ടരും കണ്ടെത്തുന്ന ഒരു മാർഗമാണിപ്പോൾ അമിത്ഷായും ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 7 ദിവസത്തെ ജയിലിൽ ആ കഥയുമായിട്ട് ഇപ്പോൾ വീണ്ടും രംഗത്തെത്തുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാവാം രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അയക്കാനായിട്ട് ഇക്കൂട്ടർ കേസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഏറെ തിരക്കുകളുള്ള രാഹുൽ അടിക്കടി കോടതി കയറി ഇറങ്ങേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ നോക്കിക്കൊണ്ട് കോടതി കഴിഞ്ഞിടയ്ക്ക് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് രാഹുലിന് ഏറെ ആശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമിത്ഷാ കോൺഗ്രസ് ഭരണകാലത്ത് അസം ജയിലിൽ 7 ദിവസം കിടന്നു എന്ന് പറയുന്നത്. അസമിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് താൻ മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്. 7 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതായും അമിത്ഷാ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡറാഗണിലെ ലജിത് ബർഫൂക്കൻ പോലീസ് അക്കാദമി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസമിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഞാൻ മർദ്ദനത്തിനിരയായിട്ടുണ്ട്. ഹിതേശ്വർ സൈക്കിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ഞങ്ങൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്ന സമയമായിരുന്നു അതെന്നും അമിത്ഷാ പറഞ്ഞു. 7 ദിവസം അസമിലെ ജയിലിൽ ഭക്ഷണവും കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. ഹിതേശ്വർ സൈക്കിയ 2 തവണയാണ് അസമിലെ മുഖ്യമന്ത്രിയായത്. 83 മുതൽ 85 വരെയും 91 മുതൽ 96 കാലത്താണത്. ലജിത് ബർഫൂക്കൻ പോലീസ് അക്കാദമി അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ മികച്ച പോലീസ് അക്കാദമിയായി മാറുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്രമന്ത്രി സോനോവാളും ചടങ്ങിലുണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തി വിജയിച്ച ധീര പോരാളിയാണ് ബർഫൂക്കൻ എന്നും പോലീസ് അക്കാദമിക്ക് ഈ പേര് നൽകിയതിന് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു എന്നും ബർഫൂക്കന്റെ ജീവചരിത്രം 2 ഭാഷകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നും ഇത് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നു എന്നുമൊക്കെയാണ് അമിത്ഷാ പറയുന്നത്. വരാനിരിക്കുന്ന 5 വർഷത്തിനുള്ളിൽ പോലീസ് അക്കാദമി രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് അക്കാദമിയായി മാറും. ഇതിന് ലജിത് ബർഫൂക്കിന്റെ പേര് നൽകിയതിനാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുന്നത്. ധീരയോദ്ധാവ് ലജിത് ബർഫൂക്കൻ അസമിലെ മുഗളന്മാർക്കെതിരെ വിജയിക്കാനായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു. ലജിത് ബർഫൂക്കൻ അസം സംസ്ഥാനത്ത് മാത്രമായി പരിമിതപ്പെട്ടു. എന്നാൽ ഇന്ന് ലജിത് ബർഫൂക്കന്റെ ജീവചരിത്രം 23 ഭാഷകളിൽ പഠിപ്പിക്കുകയും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് തന്റെ ജയിൽവാസത്തിന്റെ കഥ കൂടെ ഇവിടെ തിരികെ ചേർക്കുന്നത്.